ഹലോ, ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് സെമസ്റ്ററിലെ ബോട്ടണിയുടെ ഫസ്റ്റ് യൂണിറ്റ് ആണ്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് സെമസ്റ്റർ ബോട്ടണി എന്ന് പറയുമ്പോൾ BBYCT 131 കോഴ്സ് ടൈറ്റിൽ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിൽ നമുക്ക് മൊത്തം 6 ബ്ലോക്കാണ് വരുന്നത്. ഓക്കെ, 6 ബ്ലോക്ക്. ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് മൈക്രോബ്സ് ആണ്. നമ്മൾ മൈക്രോസ്കോപ്പിക് ഓർഗാനിസത്തിനെ പറ്റി മാത്രമാണ് ഫസ്റ്റ് ബ്ലോക്കിൽ പഠിക്കുന്നത്. അതായത് ഇവിടെ നമ്മൾ ഡീൽ ചെയ്യുന്നത് വൈറസുകളും പിന്നെ ബാക്ടീരിയകളും, ഈ കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ ഫസ്റ്റ് ബ്ലോക്കിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്. മൈക്രോബ്സ് എന്ന് പറഞ്ഞ ബ്ലോക്കിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് വൈറസിനെ പറ്റിയും ബാക്ടീരിയയെ പറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യത്തെ 2 യൂണിറ്റ് വൈറസിനെ പറ്റിയാണ് പറയുന്നത്, ബാക്കി 2 യൂണിറ്റ് ബാക്ടീരിയകളെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് യൂണിറ്റിന്റെ പേര് വൈറസസ് ജനറൽ അക്കൗണ്ട് ആൻഡ് എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്നാണ്. ഓക്കെ, ഇവിടെ നമ്മൾ വൈറസിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണെന്ന് തന്നെ നമുക്ക് പറയാം. നമ്മൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് അടുത്ത ചാപ്റ്ററിലാണ് വൈറസിനെ പറ്റി പഠിക്കുക. ഇവിടെ നമ്മൾ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് പഠിക്കുന്നത്. ഓക്കെ, ഇപ്പം നമുക്ക് വൈറസിനെ പറ്റി നമുക്ക് അറിയാം അല്ലേ? കാരണം നമ്മൾ ഇത്രയും വലിയൊരു എന്താ പറയുന്നത്, ഈ കോവിഡ് ക്രൈസിസ് ഒക്കെ കഴിഞ്ഞ് വന്നേക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വൈറസുകളെ പറ്റി നല്ലോണം അറിയാം അല്ലേ? നമ്മൾ വാക്സിനെ പറ്റി അറിഞ്ഞിട്ടുണ്ട്, വൈറസുകളെ പറ്റി അറിഞ്ഞിട്ടുണ്ട്, മ്യൂട്ടേഷൻ എന്താണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടെങ്കിലും ഉണ്ട് ഈ വാക്ക്. എന്തുകൊണ്ട് ഈ ഒരു മഹാമാരി വന്നുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ട് നമ്മൾ കുറച്ചുകൂടി പരിചയമായി അല്ലേ? നമുക്ക് അപ്പം ഇതൊക്കെ ഒന്ന് റീകളക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിലെ ആദ്യത്തെ പാർട്ടാണ് വൈറസിന്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അതാണ് നോക്കാൻ പോകുന്നത്. തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസ്. ഓക്കെ, അല്ലെങ്കിൽ എന്താ പറയുക, സിസ്റ്റമാറ്റിക്സിൽ വരുന്നതാണ് ഇത്. നമുക്കൊരു ഒരു ബുക്ക് ഇതിനു വേണ്ടി ഇഗ്നോ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സെക്കൻഡ് സെമസ്റ്ററിലുള്ള ഒരു ബുക്ക് ടാക്സോണമി ക്ലാസിഫിക്കേഷൻ ഒക്കെ പറയുന്നതാണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അവിടെ പഠിക്കാം. എന്നാലും നമ്മൾ ജനറലായിട്ട് ഇവിടെ നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ പല ജീവികളെ പലതരത്തിൽ ശാസ്ത്രജ്ഞർ വർഗീകരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 കിങ്ഡം ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു അരിസ്റ്റോട്ടിൽ. പിന്നെ 3 കിങ്ഡം ഉണ്ടായിരുന്നു, 4 കിങ്ഡം ഉണ്ടായിരുന്നു. പിന്നെ വിറ്റാക്കിന് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നായിരുന്നു. 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് 3 ഡൊമൈൻ സിസ്റ്റം. ഓക്കെ, 3 ഡൊമൈൻ സിസ്റ്റം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന 3 ഡൊമൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് 1990 കാൾ വോസ് എന്ന് പറഞ്ഞൊരു സയന്റിസ്റ്റ് ആണ് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ 3 ഡൊമൈൻ സിസ്റ്റം ആരാ കൊണ്ടുവന്നത്? കാൾ വോസ് ആണ് 3 ഡൊമൈൻ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഈ 3 ഡൊമൈൻ സിസ്റ്റത്തിൽ പറയുന്നത് ദി ട്രീ ഓഫ് ലൈഫ് കൺസിസ്റ്റ് ഓഫ് 3 ഡൊമൈൻ. ഓക്കെ, അതായത് നമ്മൾ എവല്യൂഷനിലൊക്കെ ഈ ട്രീ ഓഫ് ലൈഫ് എന്നൊക്കെ പറഞ്ഞൊരു കാര്യം പഠിച്ചിട്ടുണ്ടാവില്ലേ? ജീവവൃക്ഷം എന്നൊക്കെ പറയുന്നത്. ഒരു യൂണിവേഴ്സൽ ആൻസിസ്റ്ററിന്ന് ജീവൻ എങ്ങനെയാണ് ഇത്രയും ഡൈവേഴ്സ് ആയിട്ടുണ്ടായെന്നൊരു ഡയഗ്രമാറ്റിക് ആയിട്ട് നമ്മൾ കാണിക്കുന്നതാണ് ഈ ട്രീ ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ ഈ ട്രീ ഓഫ് ലൈഫിന് 3 ഡൊമൈൻ, 3 ഭാഗമായിട്ട് നമുക്കൊരു ജനറൽ ക്യാരക്ടറിസ്റ്റിക്സിന്റെ ഭാഗമായിട്ട് തിരിക്കാം എന്നാണ് ഈ 3 ഡൊമൈൻ സിസ്റ്റം പറയുന്നത്. ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലൈഫ് ബേസിക്കലി നമ്മൾ ടൈപ്പ് ഓഫ് സെല്ലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ എത്ര ടൈപ്പ് സെല്ലുണ്ടെന്ന് 2 ടൈപ്പ് സെല്ല് ജനറലി. എന്താണ്? പ്രോകാരിയോട്ടിക് സെല്ലും യൂകാരിയോട്ടിക് സെല്ലും എന്നാണ് പറയുന്നത് അല്ലേ? പ്രോകാരിയോട്ടിക് സെല്ലുണ്ട്, യൂകാരിയോട്ടിക് സെല്ലുണ്ട്. പ്രോകാരിയോട്ടിക് സെൽ എന്ന് പറയുന്നത് വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഉള്ള സെല്ലാണെന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കും. യൂകാരിയോട്ടിക് സെൽ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തമായ ന്യൂക്ലിയസോട് കൂടിയുള്ള സെല്ലാണ് യൂകാരിയോട്ടിക് സെൽ എന്ന് നമ്മൾ പഠിക്കും. ഓക്കെ, ഇതാണ് ഒരു ബേസിക് ഒരു ഡിഫറൻസിയേഷൻ ആയിട്ട് വെച്ചേർന്ന് ഈ ഒരു കാര്യമായിരുന്നു. പക്ഷേ ഈ കാൾ വോസും അദ്ദേഹത്തിന്റെ കൊളീഗ്സും കൂടെ ചേർന്ന് ഒരു കാര്യം മനസ്സിലാക്കി, ഈ ഇങ്ങനെയല്ല, വേറെ ഡിഫറൻസ് ഉണ്ട്. എവല്യൂഷണറി പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോഴത്തേക്ക് വേറെ ഡിഫറൻസ് ഉണ്ട്. 2ആയിട്ടല്ല തിരിക്കേണ്ടത്, ബേസിക്കലി 3ആയിട്ട് തിരിക്കാൻ പറ്റും. അതായത് ബേസിക് മൈക്രോ ലെവൽസിൽ നോക്കുകയാണെങ്കിൽ ലൈഫിനെ ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് വെച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ലൈഫിനെ നമുക്ക് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. 1 ബാക്ടീരിയ, 2 ആർക്കിയ, പിന്നെ യൂക്കേരിയ. അങ്ങനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അതായത് ഓൾറെഡി നമ്മൾ യൂകാരിയോട്സ് എന്നും പ്രോകാരിയോട്സ് എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പ്രോകാരിയോട്സിനെ ആർക്കിയ എന്നും ബാക്ടീരിയ എന്നും നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞത്. അത് അവർ കണ്ടുപിടിച്ചത് റൈബോസോമൽ RNA സീക്വൻസിങ്ങിലൂടെയാണ്. ഓക്കെ, ഈ റൈബോസോമൽ RNA എന്ന് പറഞ്ഞാൽ ഈ പ്രോട്ടീൻ സിന്തസിസിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു RNA ടൈപ്പ് ഓഫ് RNA ആണ് ഈ റൈബോസോമൽ RNA അല്ലെങ്കിൽ rRNA എന്ന് പറയുന്നത്. 12th ബയോളജി കഴിഞ്ഞവർക്ക് അറിയായിരിക്കും rRNA പറ്റിയൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ rRNA
സീക്വൻസിങ്ങിലൂടെയാണ് അവർക്ക് ഈ ഒരു കാര്യം മനസ്സിലായതും. അങ്ങനെ അവർ 3 ഡൊമൈനായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഓൾറെഡി യൂക്കാരിയോട്സ് വേറൊരു ഡിസ്റ്റിങ് ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നു. അതല്ലാതെ പ്രോക്യാരിയോട്സിനെ പിന്നെയും 2 ആയിട്ട് ഡിവൈഡ് ചെയ്തു. ബാക്ടീരിയ എന്നും ആർക്കിയ എന്നും പറഞ്ഞ് ഡിവൈഡ് ചെയ്തു. ഇതാണ് 3 ഡൊമൈൻ സിസ്റ്റം. ഏകദേശം ബേസ് ഒക്കെ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 3 ഡൊമൈൻ സിസ്റ്റത്തിനെ പറ്റി. അപ്പം നമ്മൾ അത് പറഞ്ഞു. അടുത്തത് വൈറസിനെ പറ്റി നമുക്കൊന്ന് ജനറൽ ആയിട്ട് നോക്കാം. ഓക്കെ, ഇപ്പോൾ വൈറസിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. നമുക്ക് കോവിഡ് വരുത്തും, പിന്നെന്തൊക്കെ വൈറൽ ഡിസീസ് വരുന്നു, ജലദോഷപ്പനി. ഓക്കെ, അങ്ങനെ ഒത്തിരി അസുഖങ്ങൾ വൈറസ് വരുന്നുണ്ട്. HIV വൈറസ് നമുക്ക് എയ്ഡ്സ് പോലുള്ള അസുഖങ്ങൾ വരുത്തും. പിന്നെന്താ, ഇങ്ങനെ ഒത്തിരി വൈറൽ ഡിസീസിനെ നമ്മൾ പറ്റി കേട്ടിട്ടുണ്ട്. അപ്പോൾ വൈറസ് എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് വൈറസ്? അതിനൊരു ജീവി എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ വൈറസസ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് സ്മോൾ ഒബ്ലിഗേറ്റ് ഇൻട്രാസെല്ലുലാർ പാർട്ടിക്കിൾസ്. ഓക്കെ, വൈറസിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഒരു സ്മോൾ, ചെറിയ, ഒബ്ലിഗേറ്റ് ഇൻട്രാസെല്ലുലാർ പാർട്ടിക്കിൾസ്. ആ വാക്ക് ശ്രദ്ധിച്ചു. ഒബ്ലിഗേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് പാരസൈറ്റ് ആണ്. അവർക്ക് എന്താ പറയുന്നത്, അവർക്ക് ആക്ടിവിറ്റീസ് ചെയ്യണമെങ്കിൽ അവർക്കൊരു എന്താ പറയുന്നത്, ഒരു ഹോസ്റ്റ് വേണം. ഓക്കെ, ഒരു ഹോസ്റ്റ് ഉണ്ടായാൽ മാത്രമാണ് അവർക്ക് ആക്റ്റീവായിട്ടിരിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ അവരുടെ ലൈഫ് സൈക്കിൾ അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ വൈറസിന്റെ കാര്യത്തിൽ നമുക്ക് ലൈഫ് സൈക്കിൾ എന്നും പറയാൻ പറ്റത്തില്ല. ഒരു സൈക്കിൾ, അവരുടെ ഒരു സൈക്കിൾ അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഒബ്ലിഗേറ്റ് പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒബ്ലിഗേറ്റ് പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പാരസൈറ്റ്, ആ പാരസൈറ്റിന് അവരുടെ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒരു ഹോസ്റ്റ് ഉണ്ടായാലേ പറ്റുള്ളൂ എന്ന് പറയുന്ന പാരസൈറ്റ്സിനെയാണ് ഒബ്ലിഗേറ്റ് പാരസൈറ്റ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ ഓപ്പോസിറ്റ് ഒരു പാരസൈറ്റ്സ് ഉണ്ട്, ഫാക്കൽറ്റേറ്റീവ് പാരസൈറ്റ്സ്. ഓക്കെ, ഫാക്കൽറ്റേറ്റീവ് പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഹോസ്റ്റ് ഉണ്ടായാലും കുഴപ്പമില്ല, ഹോസ്റ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. അവർക്ക് ഹോസ്റ്റ് ഇല്ലാതെയും ജീവിക്കാൻ പറ്റും, ഹോസ്റ്റ് ഉണ്ടെങ്കിൽ ഹോസ്റ്റിനെ ഊറ്റി ജീവിക്കാൻ പറ്റുന്ന ടൈപ്പ് പാരസൈറ്റ്സ് ആണ് എന്ത്? ഫാക്കൽറ്റേറ്റീവ് പാരസൈറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ തലയിൽ താരൻ ഉണ്ടാക്കുന്ന ഒരു ഫംഗസ് നമ്മുടെ ശരീരത്തിൽ സാധാരണ പോലെ ജീവിക്കുന്നതാണ്. പക്ഷെ അത് കൂടിക്കഴിയുമ്പോൾ അത് നമുക്ക് ദോഷമുള്ള ഒരു പാരസൈറ്റ് ആവും. ഓക്കെ, അതൊരു ഫാക്കൽറ്റേറ്റീവ് പാരസൈറ്റ് ആണ്. പിന്നെ പറയാനാണെങ്കിൽ അമീബക്ക് വെള്ളത്തിൽ ജീവിക്കാം, വെള്ളത്തിലോ അല്ലെങ്കിൽ ബാക്കി സബ്സ്ട്രേറ്റിലോ അമീബക്ക് സാധാരണ പോലെ ജീവിക്കാം. പക്ഷെ അതേസമയം അമീബക്ക് ഹോസ്റ്റിലും കയറി ജീവിക്കാനും പറ്റും. അങ്ങനെയുള്ള പാരസൈറ്റ്സിനാണ് നമ്മൾ ഫാക്കൽറ്റേറ്റീവ് പാരസൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ വൈറസ് എന്താണ്? ഒബ്ലിഗേറ്റ് പാരസൈറ്റ് ആണ്. ഓക്കെ, ഒബ്ലിഗേറ്റ് പാരസൈറ്റ് എന്ന് പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല, എന്നാലും ഒബ്ലിഗേറ്റ് ആണ് അവരുടെ ആക്ഷൻ എന്നുള്ളത്, വൈറസിന്റെ ആക്ഷൻ. പിന്നെ ഇൻട്രാസെല്ലുലാർ പാർട്ടിക്കിൾസ്. ഓക്കെ, ഇൻട്രാസെല്ലുലാർ എന്ന് പറയാനായിട്ട് വൈറസ് ഒരു സെല്ലിന്റെ അകത്ത് കയറിയാൽ മാത്രമാണ് അതിന്റെ ആക്ടിവിറ്റി അതിന് നടത്താൻ പറ്റുള്ളൂ. ഓക്കെ, വൈറസിന് ഒരു സെല്ലിന്റെ അകത്ത് കയറിയാൽ മാത്രമാണ് അതിന്റെ ആക്ടിവിറ്റി നടത്താനും റെപ്ലിക്കേറ്റ് ചെയ്യാനും ഒക്കെ പറ്റത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് വൈറസിനെ ഇൻട്രാസെല്ലുലാർ പാർട്ടിക്കിൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇൻട്രാസെല്ലുലാർ പാർട്ടിക്കിൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ വൈറസിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ആകെ കൺഫ്യൂഷൻ. നമുക്ക് പാരസൈറ്റ് എന്ന് വിളിക്കാൻ പറ്റുമോ? അവർക്ക് മെറ്റബോളിസം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഒരു ഡിസ്റ്റിങ്ഷൻ ഇല്ലാത്ത ഒരു ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ് ആണ് ഈ വൈറസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ്, വൈറസസ് ആർ യുണീക് ക്ലാസ് ഓഫ് ഇൻഫെക്ഷസ് ഏജന്റ്. ദേ ഇൻഫെക്ട് ഓൾ ടൈപ്പ് ഓഫ് ഓർഗാനിസം. വൈറസസ് ആർ യുണീക് ക്ലാസ്. ഓക്കെ, അവരൊരു ഒരു പ്രത്യേക തരം ഇൻഫെക്ഷസ് ഏജന്റ്സ് ആണ്. അപ്പൊ നമുക്കറിയാം വൈറസ് എന്തുണ്ടാക്കും? രോഗകാരി കൂടെയാണ്. എല്ലാ വൈറസുകളും ഉപദ്രവകാരികളല്ല, എന്നാലും വൈറസസ് എന്താ പറയുന്നത്, കുറെ ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാറുണ്ട് നമുക്ക്. അവർ ഇൻഫെക്ഷസ് ഏജന്റ് ആണ്. ഓക്കെ, അവർ എല്ലാ തരം, അതായത് നമ്മൾ നേരത്തെ 3 ഡൊമൈൻ സിസ്റ്റം പഠിച്ചില്ലേ, ഈ 3 ഡൊമൈനിലുള്ള ഏത് തരം ഓർഗാനിസത്തെയും ഇവർക്ക് ഇൻഫെക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ 3 ഡൊമൈനിൽ പെടുന്ന ഏത് തരം ഓർഗാനിസത്തെയും ഇവർക്ക് ഇൻഫെക്റ്റ് ചെയ്യാൻ പറ്റും. അടുത്ത പോയിന്റ്, വൈറസസ് ഡു നോട്ട് ഹാവ് ദ എബിലിറ്റി ടു ഗ്രോ ഇൻ എനി ആർട്ടിഫിഷ്യൽ മീഡിയ ആസ് ദേ ആർ മെറ്റബോളിക്കലി ഇനാക്റ്റീവ്. They can be metabolically active when they are inside a living host cell. Okay, അതായത് വൈറസ്, ഞാൻ നേരത്തെ പറഞ്ഞു എന്തുകൊണ്ട് ഇൻട്രാസെല്ലുലാർ പാർട്ടിക്കിൾസ് എന്ന് വിളിക്കുന്നത് പറഞ്ഞാൽ വൈറസ് ഒരു സെല്ലിന്റെ അകത്ത് കയറിയാൽ മാത്രമാണ് അതിന്റെ ആക്ടിവിറ്റി അതിന് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വൈറസസ് ഡു നോട്ട് ഹാവ് ദ എബിലിറ്റി ടു ഗ്രോ ഇൻ എനി ആർട്ടിഫിഷ്യൽ മീഡിയ. എന്തുകൊണ്ട് ഒരു ആർട്ടിഫിഷ്യൽ മീഡിയയിൽ വളരാൻ പറ്റില്ല? അവർക്ക് ഒരു ഹോസ്റ്റ് സെല്ലിന്റെ അകത്ത് കയറി ആ സെല്ലിന്റെ മെഷീനറിനെ മാനിപ്പുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഹൈജാക്ക് ചെയ്തിട്ടാണ് അവരുടെ റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്. അവർക്ക് സ്വന്തമായിട്ടൊരു മെറ്റബോളിക് ആക്ടിവിറ്റി നടത്താൻ പറ്റില്ല. അപ്പൊ അവർ സെല്ലിന്റെ ഒരു ഹോസ്റ്റലിൽ കയറിയുള്ള ഹോസ്റ്റലിന്റെ മെക്കാനിസം മാനിപ്പുലേറ്റ് ചെയ്ത് ഹൈജാക്ക് ചെയ്ത ശേഷമാണ് അവരവിടെ
റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്. അല്ലാതെ അവർ തനിയെ അവർക്ക് ഒറ്റയ്ക്ക് പുറത്ത് നിന്ന് ഒരു ആർട്ടിഫിഷ്യൽ മീഡിയയിൽ നിന്ന് ഇപ്പം അഗർ അഗർ പോലുള്ള ആർട്ടിഫിഷ്യൽ മീഡിയയിൽ നിന്ന് അവർക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ദേ ക്യാൻ ബി മെറ്റബോളിക്കലി ആക്റ്റീവ് വെൻ ദേ ആർ ഇൻസൈഡ് എ ലിവിങ് ഹോസ്റ്റൽ. ഞാനിത് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കോപ്പി ചെയ്തൊരു സെന്റൻസ് ആണ്. ഞാൻ പഠിപ്പിക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് വെച്ച് തന്നെ പഠിപ്പിക്കണമല്ലോ. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കോപ്പി ചെയ്തൊരു സെന്റൻസ് ആണ്. അത് പാർഷ്യലി കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ് ആണ്. വൈറസിന് ഒരിക്കലും ഇറ്റ്സെൽഫ് അതിനൊരു മെറ്റബോളിക്കൽ ആക്ടിവിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. വൈറസ് ഞാൻ പറഞ്ഞില്ലേ, ഒരു സെല്ലിന്റെ മെറ്റബോളിക് ആക്ടിവിറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യണം. ആ ഒരു കോണ്ടെക്സ്റ്റിൽ നോക്കുമ്പോൾ ദേ ക്യാൻ ബി മെറ്റബോളിക്കലി ആക്റ്റീവ് എന്നുള്ള സെന്റൻസ് കറക്റ്റ് ആണ്. ബട്ട് വൈറസ്, നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഞാൻ അവിടെ ക്ലിയർ ആക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വൈറസിന് തനിയെ ഒരു മെറ്റബോളിക് ആക്ടിവിറ്റി നടത്താൻ പറ്റില്ല. അതിന് ഒരു സെല്ലിന്റെ അകത്ത് കയറി ആ സെല്ലിന്റെ മെറ്റബോളിക് ആക്ടിവിറ്റീനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ സെല്ലിന്റെ മെറ്റബോളിക്കൽ ആക്ടിവിറ്റീനെ ഹൈജാക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് വൈറസ് റെപ്ലിക്കേറ്റ് ചെയ്യുന്നതൊക്കെ. ഓക്കെ, അടുത്ത പോയിന്റ്, ഓൾ വൈറസ് ആർ അസെല്ലുലാർ എൻറ്റൈറ്റീസ് ആൻഡ് ആർ മേഡ് അപ്പ് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ either DNA or RNA inside a protein coat. ഓക്കെ, അതായത് എല്ലാ വൈറസുകളും അസെല്ലുലാർ എൻറ്റൈറ്റീസ് ആണ്. ഇപ്പം നോട്ട് ചെയ്യേണ്ട കാര്യം, വൈറസസ് ആർ നോട്ട് മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. ഓക്കെ, വൈറസ് ഒരു സിംഗിൾ സെൽ ഓർഗാനിസം അല്ല, വൈറസിന് ഒരു സെല്ല് പോലും ഇല്ല. അപ്പോൾ വൈറസ് ആർ അസെല്ലുലാർ എൻറ്റൈറ്റീസ്, അത് ഓർത്തിരിക്കുക. വൈറസ് ഒരു സെല്ലുലാർ എൻറ്റൈറ്റി അല്ല, വൈറസ് ഒരു സെല്ലല്ല. അപ്പോൾ ഓക്കെ, വൈറസ് ഒരു കോശം നിർമ്മിതമായ സാധനമല്ല, ഒരു കോശമോ അല്ല. ഓക്കെ, വൈറസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ജനറ്റിക് മെറ്റീരിയൽ, അതൊരു DNA യോ RNA ആവും, ഒരു പ്രോട്ടീൻ കോട്ടിൻ്റെ അകത്ത് എൻക്ലോസ്ഡ് ആയിരിക്കുന്നതിനെയാണ് നമ്മൾ വൈറസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പ്രോട്ടീൻ കോട്ട്, അതിൻ്റെ അകത്തൊരു ജനറ്റിക് മെറ്റീരിയൽ, ഇതാണ് എന്ത് വൈറസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ്, വൈറസസ് ബ്ലർ ദ ബൗണ്ടറി ബിറ്റ്വീൻ ലിവിങ് ആൻഡ് നോൺ ലിവിങ്. ഇത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്, നിങ്ങൾ ഓർത്തിരിക്കേണ്ട, നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. അതായത് ഇപ്പൊ നമുക്ക് നോക്കിയാൽ വൈറസ് റെപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിന് ജീവന്റെ ബാക്കി കുറെ ക്യാരക്ടറിസ്റ്റിക്സ് ഇല്ല, പക്ഷെ അത് റെപ്ലിക്കേറ്റ് ചെയ്യും. പക്ഷെ അതിന് ജീവനുള്ള ക്യാരക്ടറിസ്റ്റിന്റെ ഒരു എന്താ പറയുക, ജീവനുള്ള വസ്തുക്കളുടെ അല്ലെങ്കിൽ ജീവനുള്ള ഓർഗാനിസത്തിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അവർ സെല്ല് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുക എന്നുള്ളവരെ. പക്ഷെ വൈറസ് ഒരു സെല്ലുലാർ എൻറ്റൈറ്റി അല്ല, അപ്പൊ നമുക്കത് ജീവനുണ്ടെന്നും പറയാൻ പറ്റും ഇല്ല. അപ്പോൾ പക്ഷേ വൈറസ് റെപ്ലിക്കേറ്റും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് ജീവനുള്ള അതായത് ഓർഗാനിസംസിന്റെ ഗുണങ്ങളും കാണിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ജീവനില്ലാത്ത വസ്തുക്കളുടെ ഗുണങ്ങളും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് പറയാൻ പറ്റുന്നത് വൈറസുകളെ സയന്റിസ്റ്റുകൾ ബയോളജിക്കൽ പസിൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ബയോളജിസ്റ്റ് പസിൽ എന്ന് വിളിക്കുന്നത്. അതായത് ഈ പറയുന്ന ലിവിങ്ങിന്റെ നോൺ ലിവിങ്ങിന്റെ ഇടയിൽ പെടുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ബൗണ്ടറി ബ്ലർ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഇതിനെ അങ്ങനെ വിളിക്കുന്നത്. അടുത്ത പോയിന്റ്, the ability of the viruses to infect all forms of life make them a major force for evolution, as each virus has the ability to introduce new DNA or RNA through shuffling and redistribution of genes into any other life form. അതായത് പറയുന്നത് ഈ വൈറസ് എവല്യൂഷൻ, നമ്മുടെ പരിണാമം, എവല്യൂഷൻ നടത്താനൊരു വലിയൊരു കാരണം, അല്ലെങ്കിൽ എവല്യൂഷനുള്ള ഒരു വലിയൊരു ഫാക്ടറാണ് ഈ വൈറസസ് എന്നാണ് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു വൈറസ് എങ്ങനെയാണ് റെപ്ലിക്കേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞത്, ഒരു സെല്ലിന്റെ അകത്ത് കയറിയ ശേഷം ആ സെല്ലിന്റെ ജനറ്റിക് മെറ്റീരിയൽ മാനിപ്പുലേറ്റ് ചെയ്ത്, ആ സെല്ലിന്റെ മെറ്റബോളിസം മാനിപ്പുലേറ്റ് ചെയ്ത്, ആ സെല്ലിന്റെ മെക്കാനിസംസ് ഹൈജാക്ക് ചെയ്ത ശേഷമാണ് എന്ത് ചെയ്യുന്നത്, വൈറസസ് റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്താണ്, ആ സെല്ലിന്റെ ഓൺ ജനറ്റിക് മെറ്റീരിയൽ, ആ സെല്ലിന്റെ ഓൺ ബ്ലൂ പ്രിന്റ്, ആ ജീൻ പ്രിന്റിലെ എന്താ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ഓക്കെ, അങ്ങനെ മാറ്റങ്ങൾ വരുത്തുമ്പോഴാണ് ഇപ്പോൾ എവല്യൂഷന്റെ എന്താ ഒരു പ്രധാന കാരണം എന്താണ്, മ്യൂട്ടേഷനാണ്. ഈ ജനറ്റിക് മ്യൂട്ടേഷൻ തന്നെയാണ് എവല്യൂഷന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ വൈറസ് ഇങ്ങനെ ഒരു ഹോസ്റ്റ് സെല്ലിന്റെ ജനറ്റിക് മെറ്റീരിയലിൽ മാറ്റം വരുത്തുമ്പോൾ അത് എവല്യൂഷന് കൂടുതൽ സഹായിക്കും എന്നുള്ളതാണ് ഈ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് വൈറസുകളെ പറ്റിയുള്ള ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് വൈറസിനെ പറ്റിയുള്ള ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും.